അപ്പം ഇന്ന് ഒക്ടോബർ 12, 2025. കഴിഞ്ഞ ഒക്ടോബർ 12, 2024 ചേച്ചിയുടെ എൻഗേജ്മെൻറ്റ് ഡേ, ദ സ്പെഷ്യൽ ഡേ. ഈ ദിവസം ആക്ച്വലി ആൾ നല്ല സന്തോഷത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ തന്നെ സ്വന്തം വീട്ടിലേക്കാണല്ലോ വരുന്നത്. അതിൻ്റെ സന്തോഷം മുഖത്ത് പ്രകടമായി തന്നെ കാണാനുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് കല്യാണ ദിവസം അങ്ങോട്ട് വന്നപ്പോൾ ആൾ ചിരിക്കുകയാണോ കരയാണോ എന്ന് പോലും മനസ്സിലാവുന്നുണ്ടായില്ല. സാധാരണ ചേച്ചി എന്ന് പറഞ്ഞ പേഴ്സണൽ ലൈഫിൽ മറ്റൊരാളുടെ മുമ്പിൽ കരയേയില്ല. എന്ത് വിഷമം വന്നാലും ബാത്റൂമിൻ്റെ ഉള്ളിൽ ആരും കാണാതെ കരഞ്ഞിരിക്കുന്ന ആളാണ്. പക്ഷെ ആ ഒരു ദിവസം എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ പോലും കണ്ണിറങ്ങി ഒഴുകുക. ഒന്നാമത് വെൽ അറേഞ്ച്ഡ് മാരേജ് ആണ്. നമ്മൾ പറഞ്ഞിട്ടല്ലോ കേട്ടോ, ചേച്ചിക്ക് അറേഞ്ച്ഡ് മതിയെന്നും പറഞ്ഞ് നാളെ നിർബന്ധം പിടിച്ച് അറേഞ്ച് മാരേജ് ആക്കിയതാണ്. ഞങ്ങൾ രണ്ടുപേരും വീട് വിട്ട് മാറി നിൽക്കാൻ വളരെ വിഷമമുള്ള കൂട്ടത്തിലാണ്ട് ഇതുവരെ ഹോസ്റ്റലിൽ പോലും നിന്നിട്ടില്ല. ചേച്ചിയാണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം കസിൻസിൻ്റെ വീട്ടിൽ പോലും അങ്ങനെ പോയി നിൽക്കാറില്ല. വീട് വിട്ട അമ്പലം വിട്ട വീടെന്ന് പറഞ്ഞാൽ ആ മൈൻഡ് കാര്യം. അപ്പോൾ ആ ആൾക്ക് ഇങ്ങനെ ഒരു ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം. പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെയൊക്കെ ഒരു പ്രാർത്ഥനയുടെ ഫലം എന്ന് പറഞ്ഞ പോലെ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്വന്തം വീട് പോലെ തന്നെ കാണാൻ പറ്റിയ ഒരു വീടും ഒരു ചേട്ടനെയും ചേച്ചിക്ക് കിട്ടി. ഇത് അതിനുശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഗാരി ക്ലിക്ക് ചെയ്യാൻ വിളിച്ചാണ്ട്. ഗാരിയാണ് എൻ്റെ പേഴ്സണൽ ക്യാമറമാൻ. എൻ്റെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. എന്തായാലും നമ്മൾ നന്നായിട്ട് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ നമ്മളതിന് ഡിസർവിങ് ആണെങ്കിൽ ദൈവം നമ്മുടെ മനസ്സിനിണങ്ങിയ ആളെ തന്നെ കുടുംബത്തിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എനിക്ക് മനസ്സിലായത് ചേച്ചിയുടെ ലൈഫിൽ നിന്നാണ് കേട്ടോ. മീൻസ് ചേച്ചിക്ക് അങ്ങനെ എല്ലാവരുമായിട്ട് പെട്ടെന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറല്ല. ആ ആൾക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചേട്ടൻ അങ്ങനത്തെ ഒരാളായിട്ട് കമൻറ്റ് ബോക്സിൽ ഞാൻ കുറേ കണ്ട് ഭയങ്കര പാവമാണല്ലേ ചേട്ടൻ എന്ന് ചോദിച്ചു. അതെ, ഈ ഒരു വർഷമായിട്ട് എങ്ങനെയാണോ ആദ്യം കണ്ട ചേട്ടൻ അതുപോലെ തന്നെ ഇപ്പോഴും. അപ്പോൾ എന്നും ഹാപ്പി ആയിട്ട് ഇവർക്ക് ഇരിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് മാത്രമല്ല, കല്യാണം കഴിഞ്ഞിട്ടുള്ള എല്ലാ ദമ്പതികൾക്കും. അപ്പോൾ ഒരു വർഷത്തെ എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അന്ന് പ്രാർത്ഥിച്ചവർക്കും ആശംസകൾ അറിയിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഗോഡ് ബ്ലെസ് യു ആൾ.